കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ എല്ലാ മനസ്സിലേക്ക് ഓടിവരുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ അല്ലേ, തൃശൂർ. പക്ഷേ ഈ പൂരത്തിനും ആഘോഷങ്ങൾക്കും അപ്പുറം എന്തുകൊണ്ടാണ് തൃശൂരിന് ഈയൊരു പേര് വന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, നമുക്കൊരുമിച്ച് അതിന്റെ ഉത്തരം കണ്ടെത്താം. അതെ, ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. എന്താണൊരു നാടിനെ ശരിക്കും ഒരു സാംസ്കാരിക തലസ്ഥാനമാക്കി മാറ്റുന്നത്? അത് കുറെ ആഘോഷങ്ങളുള്ളതുകൊണ്ടാണോ, അതോ ചരിത്രവും വിശ്വാസങ്ങളും സാമ്പത്തിക ശക്തിയുമെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണോ? നമുക്ക് നോക്കാം. തൃശൂരിന്റെ കഥ തുടങ്ങുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ്. ഒരു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ കുന്നുണ്ടെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതെ, 65 ഏക്കർ വരുന്ന തേക്കിൻകാട് മൈതാനം. അതിന്റെ ഒത്ത നടുക്കൊരു ക്ഷേത്രവും. ഈ ഒരൊറ്റ കാഴ്ചയാണ് ശരിക്കും തൃശൂരിന്റെ അടയാളം. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ പേരിന്റെ പിന്നിലുള്ള കഥയൊന്ന് നോക്കാം. കാരണം സാംസ്കാരിക തലസ്ഥാനം എന്ന ഈ വിളിപ്പേരിന് ഭഗവാൻ ശിവനുമായിട്ട് ഒരു ബന്ധമുണ്ട്. തൃശൂർ എന്ന പേര് വന്നത് എവിടെ നിന്നാണെന്നറിയാമോ? തിരു, ശിവ, പേരൂർ. അതായത് ശിവന്റെ പേരുള്ള പുണ്യസ്ഥലം. ഇത് കാലം കഴിഞ്ഞപ്പോ സംസാരത്തിൽ ചുരുങ്ങി ചുരുങ്ങി തൃശൂരായി മാറി. സിമ്പിൾ. ഇനി തൃശൂരിനെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയ കാര്യത്തിലേക്ക് വരാം. അതെ, ഇവിടത്തെ ആഘോഷങ്ങൾ. ഇത് വെറുമൊരാഘോഷമല്ല, ഈ നാടിന്റെ ആത്മാവ് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വർണ്ണാഭമായ, ഏറ്റവും ഗംഭീരമായ ക്ഷേത്രോത്സവം. ഈ ഒറ്റ വാചകം മതി തൃശൂർ പൂരത്തിന്റെ ആ ഒരു വൈബ് മനസ്സിലാക്കാൻ. ഇതൊരു ഉത്സവമല്ല, സത്യം പറഞ്ഞാൽ ഒരു വികാരമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരാഘോഷം. നെറ്റിപ്പട്ടം കെട്ടി തലയുയർത്തി നിൽക്കുന്ന ആനകൾ, നമ്മുടെ നെഞ്ചിലിടിപ്പ് കൂട്ടുന്ന മേളം, ആകാശം മുഴുവൻ നിറയുന്ന വെടിക്കെട്ട്. പൂരമെന്ന് പറയുന്നത് ശരിക്കും കണ്ടറിയേണ്ട ഒന്നല്ല, അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ തൃശ്ശൂരിലെ ആഘോഷം പൂരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ. ഓണമെത്തിയാൽ പിന്നെ ഈ തെരുവുകൾ പുലികൾക്കുള്ളതാണ്. നൂറുകണക്കിനാളുകൾ പുലിവേഷം കെട്ടിയിറങ്ങുന്ന പുലികളി, അതും തൃശ്ശൂരിന്റെ മാത്രം ഒരു സ്പെഷ്യലാണ്. ഈ ആഘോഷങ്ങളുടെയൊക്കെ ആരവങ്ങൾക്കപ്പുറം തൃശൂരിന് വളരെ ആഴത്തിലുള്ളൊരു ആത്മീയ മുഖമുണ്ട്. പല വിശ്വാസങ്ങളും തത്വശാസ്ത്രങ്ങളുമെല്ലാം ഒരുമിച്ച് ചേരുന്നൊരിടം. ഈ കണക്കുകൾ നോക്കൂ. തൃശൂരിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം ഹിന്ദുമത വിശ്വാസികളാണെങ്കിലും തൊട്ടു പിന്നാലെ തന്നെ ഒരു വലിയ ക്രിസ്ത്യൻ സമൂഹവുമുണ്ട്. ഇത് വെറും നമ്പറുകളല്ല, നൂറ്റാണ്ടുകളായി ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരുമയുടെ, മതസൗഹാർദ്ദത്തിന്റെ നേർചിത്രമാണ്. ഈ ഒരുമ എത്രത്തോളം വലുതാണെന്നറിയണോ? ഇവിടെ തൃശൂരിലെ ഒരു പ്രധാന ഇസ്ലാമിക സ്ഥാപനത്തിൽ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. അതും പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട്. ഭഗവത്ഗീതയും ഉപനിഷത്തുകളുമൊക്കെ അവർ പഠിക്കുന്നു. ഇതിലും വലിയൊരു സാംസ്കാരിക സമന്വയത്തിന് വേറെ ഉദാഹരണം വേണോ? ഇനി നമ്മൾ പോകുന്നത് അധികമാരും ചിന്തിക്കാത്തൊരു കാര്യത്തിലേക്കാണ്. ഈ സാംസ്കാരിക തനിമയുടെ ഒക്കെ അടിയില് തൃശൂരിന് വളരെ ശക്തമായൊരു സാമ്പത്തിക അടിത്തറയുണ്ട്. അതാണ് സ്വർണവും ബാങ്കിങ്ങും. കേരളത്തിൽ നമ്മൾ കാണുന്ന സ്വർണ്ണാഭരണങ്ങളില്ലേ, അതിൽ 70% ഉണ്ടാക്കുന്നത് എവിടെയാണെന്നറിയാമോ? അതെ, ഇവിടെ തൃശ്ശൂരിലാണ്. ആയിരക്കണക്കിന് യൂണിറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ സ്വർണ്ണ തലസ്ഥാനമെന്നും തൃശ്ശൂരിനെ വിളിക്കാം. അപ്പോൾ ഈ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ സാമ്പത്തിക പവർ എത്രയാണെന്ന് നോക്കൂ. $13.6 ബില്യൺ. അതായത് 1,00,000 കോടി രൂപയ്ക്കു മുകളിൽ. അപ്പോൾ തൃശ്ശൂർ അത്ര ചെറിയൊരു കളിക്കാരനല്ലേന്ന് മനസ്സിലായില്ലേ? സ്വർണം മാത്രമല്ലട്ടോ, പണത്തിന്റെ കാര്യത്തിലും തൃശൂർ ഒരു കേന്ദ്രമാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, CSB, ധനലക്ഷ്മി, ഇസാഫ്, ഇങ്ങനെ നമുക്ക് പരിചിതമായ ഒരുപാട് വലിയ ബാങ്കുകളുടെ എല്ലാം ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാന ബാങ്കിംഗ് നഗരങ്ങളുടെ കൂട്ടത്തിലും തൃശൂരിനൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഈ ആഘോഷങ്ങളും സാമ്പത്തിക ശക്തിയുമെല്ലാം എങ്ങനെയാണ് തലമുറകളായിട്ടിങ്ങനെ നിലനിന്നു പോരുന്നത്? അതിന്റെ ഉത്തരം കിടക്കുന്നത് ഈ നാടിന്റെ വിജ്ഞാന പാരമ്പര്യത്തിലാണ്. തൃശൂരിന്റെ ചരിത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മഹാശിലായുഗ കാലം മുതൽ ഇവിടെ മനുഷ്യവാസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന തൃശൂരിന് രൂപം നൽകിയത് ശക്തൻ തമ്പുരാനാണ്. അതിനുശേഷം സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ വന്നു. അവസാനം 2022 യുനെസ്കോ തന്നെ തൃശൂരിന്റെ ഒരു പഠന നഗരമായിട്ട് അംഗീകരിച്ചു. അതൊരു വലിയ അംഗീകാരമാണ്. അപ്പം നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. എന്തുകൊണ്ടാണ് തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാകുന്നത്? കാരണം ഇത് പൂരത്തിന്റെ മാത്രം നാടല്ല. ഗംഭീരമായ ആഘോഷങ്ങളുണ്ട്, അതിനൊപ്പം തന്നെ ആഴത്തിലുള്ള മതസൗഹാർദ്ദമുണ്ട്, ശക്തമായൊരു സാമ്പത്തിക അടിത്തറയുണ്ട്, പിന്നെ കലയുടെയും അറിവിന്റെയും വലിയൊരു പാരമ്പര്യവുമുണ്ട്.
ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് തൃശ്ശൂർ ശരിക്കും സാംസ്കാരിക തലസ്ഥാനമായി മാറുന്നത്. അപ്പോ ഒരു അവസാനത്തെ ചോദ്യം, പാരമ്പര്യവും പുരോഗതിയും എങ്ങനെ ഒരുമിച്ചു കൊണ്ടുപോകാമെന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് തൃശ്ശൂർ, അല്ലേ? പക്ഷേ ഇത്രയും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഒരു നഗരത്തിന് അതിന്റെ ഈ തനിമ, ഈ ആത്മാവ് എത്ര കാലം കാത്തുസൂക്ഷിക്കാൻ കഴിയും? ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്?